വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെ മൈൻക്രാഫ്റ്റ് സർവൈവൽ മോഡിൻ്റെ അടുത്ത ഒരു പാർട്ടായിട്ടാണ്. സോ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പാർട്ട് കണ്ടവരൊക്കെ അറിയാം. നമുക്ക് വീടൊന്നും ഇല്ലായിരുന്നു. നമുക്കത് കുറച്ച് എന്താ പറയാറ്റിരിക്കുക, എന്താ പറയണമെന്ന് അറിയത്തില്ല. ഓക്കെ, അയ്യോ ഇവിടെ ഒരു സ്കെൽട്ടൺസും ഇതൊക്കെയാണ്. നമ്മളിപ്പോൾ ചാവും. ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടോ എൻ്റെ ഓയ്യോ. തുറക്ക് വില്ലേജറായി ഇറങ്ങ്. അയ്യോ പെട്ട്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൂട്ടേ എങ്ങോട്ടോ വെച്ചായിരുന്നു. ഇവിടെ ഒന്നും മറന്നു പോയി കേട്ടോ. എവിടെയോ വെച്ച് ഇവിടെ നിന്നാണോ? ഇപ്പം ചാ ഇതാണെന്ന് തോന്നുന്നു. ഞാൻ വെച്ച് ജസ്റ്റ് അല്ലടി എൻ്റെ ഇത്ര സാധനങ്ങളെ ഉള്ളായിരുന്നു. ജസ്റ്റ് ഇതിനകത്ത് എന്തോരം ഉണ്ടോ? അയൺ. ഇതെന്തൊരു സാധനം? ലോഡ് സ്റ്റോണോ? അതെന്തോ എനിക്കറിയത്തില്ല കേട്ടോ. എന്തോ എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിന്ന് നമുക്ക് കുറച്ച് മൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. എൻ്റെ കയ്യിൽ ഫുഡുണ്ട്. ഗോൾഡൻ ആപ്പിൾ. ഇവിടെ ഞാനെങ്ങാണ്ടേ ഒരു പോർട്ടലുണ്ടായിരുന്നു, എന്തുവാ റോയിൻ പോർട്ടൽ. ഞാൻ അവിടെ നിന്നാണ് ഈ ഗോൾഡൻ ആപ്പിൾ കിട്ടിയത്. അവിടെ ഒരു പിക്കാക്സും ഉണ്ടായിരുന്നു, അതിനടുത്തായിരുന്നു. ഇവിടെ എവിടെയുണ്ടല്ലായിരുന്നു ഞാൻ റോയിൻ പോർട്ടൽ കണ്ടേ. എവിടെയുണ്ട് ഞാൻ കണ്ട റിസ്കിസ്റ്റ്. ഞാനിവിടെ ഒരു കട്ടല്ല നോക്കട്ടെ. എന്നിട്ട് ഈ ഗോൾഡ് ബ്ലോക്കിങ് എടുക്കാം. ഓക്കെ, ഈ ഗോൾഡ് ബ്ലോക്ക് എടുത്ത് എന്നിട്ട് എനിക്ക് ഞാൻ ഇവിടെ നിന്നാണ് ലോഡ് സ്റ്റോൺ എടുത്തത്. ഇതല്ലേ ലോഡ് സ്റ്റോൺ അല്ലേ? ഇത് പിന്നെ എന്ത് ഇതിനടി കുറേ അതിനടി കോളുണ്ട്. ഇത് പെട്ടെന്ന് കിട്ടത്തില്ലോ. അമ്മേ പെട്ടെ. അയ്യോ ചത്തേ. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മണ്ടത്തരം. അതിനകത്ത് വെള്ളമൊന്നും ഉണ്ട്. വലിയ ചാണ്ടായിരുന്നു എൻ്റെ പൊന്നെ. ഞാൻ എന്തിനാ കാണിച്ചത് എനിക്കറിയത്തില്ലേ. അയ്യോ ഞാൻ എന്തിനാ കാണിക്കണേ. അയ്യോ അമ്മേ ചത്ത്. അയ്യോ ഞാൻ എൻ്റെ മറ്റേ സാധനം ഇട്ടായിരുന്നു. ചത്ത് കഴിഞ്ഞാൽ മറ്റേ എന്താ ലൂട്ടൊന്നും പോകാത്ത ആ ഒരു സാധനം. ഞങ്ങളുടെ ഒരു വലിയ കേവ് ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങുന്ന റിസ്ക്കാണ്. ഓക്കെ, വീട്ടുണ്ടാകാം. നമുക്കിനി എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. ഒരു എന്തുവാ ബ്രെഡ് ഉണ്ടാക്കാം. ബ്രെഡ് ഓക്കെ, നമുക്ക് മാക്സിമം എല്ലാം ആയിട്ടുണ്ട്. മാക്സിമം ഒന്നും ആയിട്ടില്ല. നമുക്കൊരു കുറച്ച് ഒരു ആക്സ് ഉണ്ടാക്കിയെടുക്കണം. ആക്സ് കൊണ്ട് നമുക്ക് നമ്മുടെ സോഡ് പവർ തീർന്നാലും. അയ്യോ ഞാൻ സോഡ് ഉണ്ടാക്കാറുണ്ട്. എനിക്ക്
ഓക്കെ ലെറ്റ്സ് ഗോ. ഞാൻ ഏത് കേവിലാണ് പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ എങ്ങാണ്ടായിരുന്നൊരു ആണ്. ഈ വലിയ കേവിൽ ഇറങ്ങണത് റിസ്ക്കാണ്. ചത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എന്നുവെച്ചെങ്കിലും റിസ്ക് പരിപാടി പോലെ എനിക്ക് പേടിയുണ്ടേ. ഇത്രയും വലിയ കേവിലൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ബക്കറ്റ് പോലും ഇല്ല എൻ്റെ കയ്യിൽ. ഹൈറ്റിൻ്റെ അടുക്കൽ ചാവില്ല. അത്ര റിസ്കി ആയിട്ടുള്ളൊരു സുഹൃത്തുക്കളെ എവിടെ നാടി വീട്ടിലുള്ളത്. എൻ്റെ പൊന്നെ, എൻ്റെ ഹാർട്ടടിക്കുന്നതാ. എനിക്കത് കാണാൻ പോലില്ല അവിടെ വേറെ എന്തൊക്കെ ഉണ്ടെങ്കിൽ. ഹാർട്ടടിക്കുന്നത് എൻ്റെ ഫണ്ണസുണ്ട് പാകത്തിന്. നമുക്കൊരു ക്ഷീണം ഉണ്ടാക്കിയിട്ട് പോവാം, അത് നടക്കത്തുള്ളൂ. എൻ്റെ പൊന്നെ, എൻ്റെ ഹാർട്ടിടിച്ച് പൊടിച്ച് എൻ്റെ പൊന്നെ, എന്താ പറയാൻ വേണ്ടിയത്. അത് പിക്കാക്സ് ഇതെന്തുവാണ് ഇത്? മാറിപ്പോ എന്തിനടെ ഇത്? എൻ്റെ മുന്നേറി ഇഞ്ചാതി പ്ലാങ്കില്ലേ, കയറാനും പറ്റത്തില്ലല്ലോ. എന്തോ ചെയ്യും? ഒരു കാര്യം, നമുക്ക് ചാവാം. എന്നിട്ട് ചത്തേ, എന്താ ചാവാത്ത? ആവശ്യത്തിന് പ്ലാൻ കൊണ്ട് വരണ്ടായിരുന്നു പോട്ടാൻ. എന്നെ തന്നെയാണ് ഉദ്ദേശിച്ച്. എടേ, ഇതെനിക്ക് റിസ്കിയസ്റ്റ് പാർട്ടസ്റ്റ് എവറസ്റ്റ്. ഞാനൊന്ന് താഴെ വീണ എൻ്റെ കാര്യം പോകാം, കട്ടപ്പോകാം. എടാ, ഇതിൻ്റെ താഴെയാണെങ്കിൽ സോംബിയും കൂടെ ഇപ്പോട്ട്. അയ്യോ എടാ, എനിക്കിത് കട്ടത്തില്ല. ഇത് ഇവിടുന്ന് ചാടിയ ചാവോ നോക്കട്ടെ. നമുക്ക് ചാവ ചത്തേ. ഡയമണ്ട് കണ്ടോന്നൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് പ്ലാൻ എടുത്തിട്ട് അങ്ങോട്ട് നേരെ വിട്ടോ, ഒരു ഡയമണ്ട് കണ്ടതുപോലെ. ഭയങ്കര ഒരു പേടി. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തില്ലാന്ന് വിചാരിച്ചു. ഒരു ഷീൽഡ് എടുത്ത് കയ്യിലിട്ടോ, ചത്തു. ലെറ്റ്സ് ഗോ. വേണ്ട, ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാകാം. നമ്മുടെ ഇതാണ് നമുക്ക് പ്രധാനം, നമ്മളെ ജീവൻ. നമ്മൾ കുറച്ച് ഹേവേലൂടെ എടുക്കട്ടോ. വേണ്ടട്ടെ, ഇത്ര ധാരാളം അല്ലേ. ഓക്കെ, ഒരെണ്ണേ ആയുള്ളൂ. എന്തൊരു പയ്യാണ്. ആ ഷിപ്രാക്കാണോ? എടാ, ഷിപ്രാക്കാണോ? അല്ലല്ല, ഷിപ്രാക്കല്ല. ഇതുവഴി അതിൻ്റെ എൻട്രൻസ്, പക്ഷെ നമ്മൾ ആ വഴി കയറിയതാ.
മതി മതി ധാരാളം. അവിടെ ഇരിക്കുന്ന ചെസ്റ്റ് നമുക്കൊന്ന് കയറി കിടക്കാം ഗൈസ്. ഇവിടെ വേണ്ട, ഒരു ചെസ്റ്റ് ഉണ്ട്. കുറച്ച് സാധനങ്ങളെടുത്ത് ആവശ്യമുള്ളപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മുടെ ബാക്കി അയണെടുത്ത് ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് ഇത് പൊട്ടിക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് പോയിട്ടൊരു നമുക്ക് വാട്ടർ എടുക്കാം. എടുക്കടാ വാട്ടർ. ഇതെല്ലാവർക്കും അയ്യോ MLG ഒക്കെ ചെയ്യാനുള്ളതായി. ഇനി നമുക്ക് നേരെ നമ്മൾ വന്ന വഴിയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമുക്കൊരു എവിടെയാണ് ഞാൻ ഇറങ്ങിയ സ്ഥലം മറന്നടി. ഇവിടെ എങ്ങാണ്ടല്ലായിരുന്നു. അതാണ് വലിയൊരു ഹോൾ. പേടിപ്പിക്കല്ലേ പൊന്നേ. എടാ ഇവിടെ നിന്നെടുത്ത് ചാടിയാലേ MLG ചെയ്യാൻ പറ്റിയില്ലല്ലേ. വേണ്ട ചാടണ്ട, ചുമ്മാ രസത്തിന് പോലും ചാടരുത്. ഇത് ജസ്റ്റ് ഫോർ എന്താ പറയുന്നേ, ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഉള്ളി എന്നൊക്കെ പറയാം. നമുക്ക് പയ്യെ പോയാൽ പനയെ തിന്നാവുന്നല്ലേ. നമുക്ക് പന തിന്നിട്ട് പയ്യെ പോവാം. പനയൊക്കെ എന്തിനാണ്? അയ്യോ എൻ്റെ ജീവൻ പോയേ. ഗോൾഡാ. കിണറിലൊക്കെ പോകാൻ ഭയങ്കര ആവശ്യമാണ്. എടാ എനിക്ക് ഭയങ്കര പേടിയാണ് ഇത്. ഇതെന്താണ് നോക്കണേ. ഞാൻ ചുമ്മാ ഗോൾഡെടുത്ത് ഇങ്ങോട്ടൊന്നും വന്നത്. ഞാനൊരു ജ്യൂസ് ഒരെണ്ണം കിട്ടിയുള്ളൂ. വാട്ടർ അൺലക്കി. ഞാൻ സോ അൺലക്കി. നമുക്ക് ഇതെന്താ ബാസ്റ്റിൻ പോലെ ഇരിക്കുന്നു. ഇത് ഇങ്ങനെ വലിയൊരു ബാസ്റ്റിൻ പോലെ ഉണ്ട്. അവിടെ റെഡ്സ്റ്റോണൊക്കെ ഇവിടെ ഡയമണ്ട് കാണും. ജോംബി അല്ല, സോറി, സോംബിനെയൊക്കെ കൊന്നിട്ട് സോംബി വില്ലേജ്. എവിടെ നോക്കിയാലും സോംബിയൊക്കെ ഒരു സോംബി. ഇതിലിപ്പോൾ എല്ലായിടത്തും നോക്കിയാൽ എവിടെ നോക്കിയാലും സോംബി. നമുക്ക് സക്സസ് സോണൊക്കെ കളക്ട് ചെയ്തിട്ട് ഡയമണ്ട് തട്ടാം. ഡയമണ്ടൊക്കെ ഇങ്ങനെ കിട്ടും എനിക്ക്. കാരണം ഞാൻ സത്യം പറഞ്ഞൊരു അൺലക്കിയസ്റ്റ് പേഴ്സൺ എന്താ
ഇങ്ങനെ ചാവരുത്. ഓക്കെ, നമുക്കിത് പോവാം. അതിൻ്റെ വാട്ടർ ഒരു ടൈമുണ്ട് കേട്ടോ. നമുക്കൊരു ടൈമുണ്ട് കേട്ടോ. ഇതെന്താ ഇത്? ഗുണാക്കിയ വല്ലതും അടുത്തത് കിട്ടി. അടുത്തത് കിട്ടി. ലെറ്റ്സ് ഗോ. ഡബിളല്ലേ ഇവിടെ? എന്താ ഒരെണ്ണം കിട്ടണേ? അതെനിക്ക് ഏറ്റവും വലിയ വിഷമം. ഒരെണ്ണമായിട്ട് കിട്ടുന്നത് എന്താ? തരുവാണെങ്കിൽ ഒരു 5 എണ്ണം ഒരുമിച്ചെങ്കിൽ ഇതാ. ജിയോട് വല്ലതും കാണാൻ പറ്റുമോ നോക്കട്ടെ. ജിയോട് ഇതുപോലത്തെ സ്ഥലത്തൊക്കെ കാണും, അറിയത്തില്ല. അവിടെ തോണ്ടാ സോമ്പി ഒന്ന് ടോർച്ച് വെച്ചോട്ടെ. എത്ര എണ്ണം ഉണ്ടോ നോക്കട്ടെ. ചവടാ ടോർച്ച് വരെ പൊട്ടി. പോടാ താഴെ ചാവട പോരെ മോനെ ദിനേശ. പോടാ പോത്തില്ലടാ. അല്ല സോംബിയാണ്. ഡയമണ്ടൊന്നും ഇല്ലടി. ഇനിയിപ്പോൾ തള്ളി ഇടുന്നോടെ. ചാടി അങ്ങ് ചാവ്. നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. ഫ്രീക്ക് അവിടെ ഇതിന് സ്ഥലമുണ്ടടാ. ഇത് ഇത്രയും വലിയ ഒരു കേവ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താണ് ഇവിടെ നിന്ന് കാണാൻ? അയ്യോ ഉമ്മേ, ഒന്നും കാണാതെന്ന് ചോദിച്ചിട്ട് ഇപ്പം ഞാൻ കാണാതെ പോയാൽ ഞാൻ ഇതിനെ പേടിക്കുന്നു. ആയിരിക്കറിയോ വാട്ട് ടേക്ക്. ഒരു ടോർച്ച് കുത്തി വെച്ചേക്കാം. ഉണ്ടോടെ? അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന് കൊല്ലും. ആടാ ഒരു ഡയമണ്ട് കൂടെ കഴിഞ്ഞിട്ട് ആടാ 3 ഡയമണ്ട് മതി എനിക്ക് ഒബ്സിഡിയൻ കളക്ട് ചെയ്യാൻ. ഒബ്സിഡിയൻ കളക്ട് ചെയ്യാനുള്ള ഈസി വേ ഒക്കെ എനിക്കറിയാം, പക്ഷെ എനിക്കത് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ ചെയ്തത് കുളമാവും, അതെനിക്കറിയാം. സാധാ മനുഷ്യന്മാരുടെ കണക്ക് എന്തുവാ ഡയമണ്ട് കൊണ്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സുഹൃത്തുക്കളെ. ഞാൻ എന്നിട്ട് സെക്കൻഡ് എപ്പിസോഡിൽ ഡയമണ്ട് കണ്ടുപിടിച്ചു.
What the fuck is this? What the fuck is this? അറിയാൻ വേണ്ടി ചോദിക്കാനായിട്ട് ഇതെന്താണിത്? വാവ്, താങ്ക് യു. നാല് കൂടുതലുണ്ട്. താങ്ക് യു ഓർ താങ്ക് യു സോർ. ഇവിടെ വേറെ കുറച്ച് ടോർച്ചിങ് ഉണ്ടാക്കാം. ഇവിടെ ഈ മോജാങ്ങെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഡയമണ്ട് കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ കയറി വന്ന വഴിയൊന്നുമില്ലേ, ഞാൻ അതുവഴി ഇറങ്ങുന്നു. പൊട്ടൻ ML ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല എനിക്ക്. ഞാൻ എല്ലാം കരുതി കൂട്ടിയിട്ടാണ് വണ്ടതല്ല മണ്ണ് എന്താ പറയുന്നു ഞാൻ വന്നത്. ഓക്കെ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നരകത്തിലേക്കാണ് കേട്ടത്. കിട്ടിയോ? ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇനി ഡയമണ്ട് അല്ല, ഇനി ഡയമണ്ട് എന്തിനാണോ? അയാൾ കൊല്ലാൻ ചത്തന്നു. ഇപ്പം അടുത്ത് ചാടിയെന്ന് ഞാനിത് ഏത് വഴിയാ പോകുന്നതെന്ന് പോലും എനിക്ക് കാണാൻ വയ്യ. അത്ര കേട്ടാ ഇതേതോ കുറ്റി കാണാം. ഞാൻ വില്ലേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? പേടിയാവണ്ട, വേണ്ട, കുറച്ചുകൂടെ ഡയമണ്ട് കണ്ടുപിടിക്കാം. I don't know. ഇവിടെ ജിയോടാണോ ഗൈസ്? ഇത് ജിയോടാണോ? ഒന്ന് പൊളിച്ച് നോക്കട്ടെ. ഓക്കെ, ഇത് ജിയോടെ അല്ലാതെ ഞാൻ ജിയോട് കണ്ടുപിടിച്ചടാ ഞാൻ. ഇനി എന്ത് വേണം അല്ലേ ഗൈസ്? എന്ത് വേണം ഇനി? എനിക്കൊന്നും കണ്ടുപിടിക്കാനില്ല. ഓക്കെ, ഇതിനെക്കൂടെ നടക്കുമ്പോൾ ഭയങ്കര സൗണ്ട് സാറ്റിസ്ഫാക്ഷൻ. ഇന്ന് ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ. ഞാൻ ജിയോട് കിട്ടണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ വീഡിയോ തന്നെ ജിയോട് കിട്ടി. ജിയോട് കൊള്ളാൻ കേട്ടോ. സ്പേസ് ഇല്ലടാ, സ്പേസ് ഇല്ലല്ലോ. ജിയോട് ഞാൻ വീട്ടിൽ വെക്കാൻ പോവാ. ഞാൻ വീട് ഉണ്ടാക്കുമ്പോൾ അതിനകത്തുണ്ട്, അവിടെ കൊണ്ടുവരാം. സാറ്റിസ്ഫാക്ഷൻ നമുക്കിനി സാറ്റിസ്ഫാക്ഷൻ മതിയാക്കാം. നമുക്ക് പോവാം. മെയിനായിട്ടുള്ള നമ്മുടെ വില്ലേജ് ഒന്ന് കണ്ടുപിടിക്കണം. ഞാനിത് ജിയോടാണെന്ന് വിചാരിച്ചില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അയ്യോ ഇത് ജിയോടാവണോ ആണോ അല്ലയോ ഒന്ന് നോക്കിയതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ സ്പേസ് ഇല്ല ഗൈസ്. എനിക്ക് 6 ഡയമണ്ട് കിട്ടി. ഇനി ഈ വഴി കയറിപ്പോയാൽ ഞാൻ ഏതോ കട്ടിക്കാട്ടി ഇത് എടാ ഞാൻ എവിടേക്കോ വന്നെത്തുന്നുണ്ടായിരിക്കണമെന്നാണ്
ഞാൻ ഇവിടെ വെള്ളം ഇടാം, അതിന് പെട്ടെന്ന് പറ്റില്ല. ഞാൻ പൊട്ടിത്തെറിച്ച ഫോൾ ഡാമേജ് ഉണ്ടാകത്തില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചു. Finally, I do it. So let's go. എവിടെ? Where? To the same cave. നമുക്ക് ആ കേവിൽ തന്നെ പോവാം. ബട്ട് അതിന് മുമ്പ് ഞാൻ ഒന്ന് പോട്ടെ. എൻ്റെ അയാണോ? ഏതെങ്കിലും സോപ്പി അയൺ തരുമോടെ? കാൽക്കയറ്റു എന്തൊരു കാറ്റാ? അയണോ? ഞാൻ ഇതല്ലേ എൻ്റെ വീട്. ഞാനൊന്ന് സ്റ്റോറേജ് ബാക്ക് എടുക്കട്ടെ. സ്റ്റോറേജ് റിവേഴ്സ്. ഐ ഉദ്ദേശിക്കൽ ദാറ്റ്. ഞാൻ എന്തൊക്കെ പറയും, എനിക്ക് ഡയമണ്ട് എല്ലാം കൂടെ കിട്ടി വട്ടായെന്നാണ് തോന്നുന്നത്. സോ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓട്ടോ 100 സബ്സ്ക്രൈബേഴ്സ്. അപ്പോളെ 100 സബ്സ്ക്രൈബേഴ്സ്. അപ്പം എല്ലാവരും മാക്സിമം അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.